കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അജയനും ജയനും അനിയ അബി എല്ലാം കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് വരുവാണ്. ആ സമയത്ത് ജാനകിയും രേവതി അനാമികയും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പം അജയൻ വന്നിട്ട് പറഞ്ഞു, അതെ ഈ ഫുഡ് ഇങ്ങ് എടുത്ത് തരാൻ പറയാണ്. വിളമ്പി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങ് ജാനകിക്ക് ഇഷ്ടപ്പെട്ടില്ല. ജാനകി പറഞ്ഞു, ഞാൻ വിളമ്പി തരുന്നൊന്നുമില്ല, അതെ ഉണ്ടാക്കിയോട് തന്നെ ഇവിടെ നിൽപ്പുണ്ട്, വിളമ്പി തരട്ടെ എന്ന് പറയാണ്. പെട്ടെന്ന് നയന പറഞ്ഞു, ഞാൻ വിളമ്പി തരാം ഇളയച്ചാന്ന് പറയണം. അങ്ങനെ നയന എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുകയാണ്. കഴിച്ചു നോക്കിയിട്ട് ജയൻ പറഞ്ഞു, നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പണ്ട് അമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അതിനുശേഷം പിന്നെ ഇപ്പോഴാന്ന് പറയണം. ഇത് കേട്ടതും അജയൻ കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു, അത് ശരിയാ, അമ്മ ഉണ്ടാക്കുന്നേക്കാൾ നല്ല ടേസ്റ്റോട് തന്നെയാ ദേ നയന ഉണ്ടാക്കിയിരിക്കുന്നു പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, കൊള്ളാം കൊള്ളാം, ഇതെങ്ങാനും മുത്തശ്ശി കേൾക്കായിരുന്നാ മതി, മുത്തശ്ശി കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അറിയാന്ന് പറയണം. എന്താ അമ്മ ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് ജയൻ പറയാണ്. അമ്മയ്ക്ക് എന്തായാലും ഇഷ്ടപ്പെടുത്തുള്ളൂ, അല്ലാതെ അമ്മ കുറ്റമൊന്നും പറയാൻ പോകുന്നില്ല, അമ്മയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇഷ്ടമുള്ള കാര്യമൊന്നും എനിക്കറിയാലോ എന്ന് പറയണം. ഇത് കേട്ടത് അനാമി പറഞ്ഞു, അതെ നോക്കി ഇങ്ങോട്ടൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ നെട്ടോട്ട് ഓടേണ്ട വരുമെന്ന് പറയണം. ഇത് കേട്ട ജയൻ പറഞ്ഞു, അതെ ഞങ്ങളും ആ പായസം കുടിച്ചാൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറയണം. ഇവള് മനഃപൂർവ്വം എന്തോ കലക്കി തന്നാ ദേ ഇവരുടെ വയറ് കിടക്കാനായിട്ട് എന്ന് ജാനകി പറയാണ്. നീ എന്തിനാ ജാനകി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിന് ചോദിക്കുക. പെട്ടെന്ന് നയന പറഞ്ഞു, അതെ ഞാൻ മനഃപൂർവ്വം എന്താണല്ലോ ആരുടെ വയറ് കേടാക്കാനായിട്ട് ഒന്നും ചെയ്യാറില്ല. പൂജാമുറിയിലും ക്ഷേത്രങ്ങളിലും മാത്രമല്ല ദൈവം ഇരിക്കുന്നത്, നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിലും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ ആരുടെയും വയറ് കേടാക്കാനായിട്ട് ഇങ്ങനെ മനഃപൂർവ്വം ഓരോ പ്രവൃത്തികളൊന്നും ചെയ്യാറില്ലെന്ന് പറയാം. കേട്ടപ്പോ ഹനി പറഞ്ഞു, ദേ അനാമിയെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്ര നല്ല ഫുഡ് ഉണ്ടാക്കിയതും തന്നതും പോരാ, എന്നിട്ട് നീയൊക്കെ ഇരുന്ന് കുറ്റം കൂടെ പറയണമെന്ന് ചോദിക്കോ. പിന്നെ നല്ല ഫുഡാണ് പോലും. ആ സമയം ജയൻ പറഞ്ഞു, അല്ല മോളും ആദർശം ഇപ്പം ഹണിമൂൺ ട്രിപ്പ് ആഘോഷിക്കേണ്ട സമയമാണ് അറിയാലോ, എന്നിട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാണിക്കുന്നില്ല. ആ സമയത്താണ് ദേവേനെ ഇങ്ങനെയൊക്കെ ഒരു ആവശ്യം പറഞ്ഞത്. പക്ഷേങ്കിൽ സാധാരണ പെൺകുട്ടികളാണെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു മുറിവുറുപ്പൊക്കെ കാണിക്കും. പക്ഷേങ്കിൽ നയനമോൾ അങ്ങനെയല്ല, നയനമോൾ ഇതുവരെ ആയിട്ട് അതിന്റെ ഒരു ദേഷ്യം മുഖഭാവോ ഒന്നും കാണിച്ചിട്ടില്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് നയന പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഇതേ അച്ഛാ, ഞാൻ അങ്ങോട്ട് പോയേക്കോ നമ്മൾ നയനെ അങ്ങോട്ട് പോവാണ്. പെട്ടെന്ന് അനാമി പറഞ്ഞു, കണ്ടില്ലേ എല്ലാവർക്കും പായസത്തിനകത്ത് എന്തോ കലക്കി തന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേനും ഓടിപ്പോയത് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ജയൻ പറഞ്ഞു, വെറുതെ എന്തിനാ നയനമോളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വേണ്ടിയിട്ട് നോക്കുന്ന നയന എന്ന് പറയണം. അത് അനാമയ്ക്കോ രേവതിക്കോ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് നയന മുറിയിലേക്ക് കയറി പോകുന്ന സമയത്താണ് ദേവേനെ ഇങ്ങോട്ട് വരുന്നത്. ദേവേനെ വന്നിട്ട് പറഞ്ഞു, നിന്നോട് പറഞ്ഞില്ലേ മുറിയുടെ ഇങ്ങോട്ട് വരില്ലെന്ന്. അല്ല അതമ്മേ അതെ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഒരു കാര്യം ചെയ്യ്, 41 ദിവസത്തെ വ്രതമാണല്ലോ ആദർശം നോക്കുന്നേ, ആ 41 ദിവസം വേണമെങ്കിൽ നിന്റെ വീട്ടിൽ പോയി നിന്നോളാൻ പറയാം. അതെന്താമ്മേ? അല്ല വേണമെങ്കിൽ നിനക്ക് മാറി നിൽക്കാലോ. ഞാൻ നോക്കട്ടമ്മേ, ആദർശനോട് ചോദിക്കട്ടെ എന്ന് പറയണം. അതിന് ആദർശനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, പോയി നിന്നോളാം ഞാനല്ലേ പറയണേ, പിന്നെ എന്താ കുഴപ്പമിരിക്കണേ. അമ്മേ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ മാലയിടാറുണ്ട്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് പ്രത്യേകിച്ച് എന്നെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ദേവേന പറഞ്ഞു, അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും, പക്ഷെ ഒരു കാര്യമുണ്ട്, വൈകുന്നേരം നീ ഇങ്ങോട്ടൊന്നും വന്ന് കിടന്നേക്കരുത്, ആ താഴെ കിടന്നാൽ മതി എന്ന് പറയണം. ശരിമേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയണം. പിന്നീട് ദേവേനെ അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും നവ്യ അങ്ങോട്ട് വന്നു. നവ്യ വന്നിട്ട് എന്താ അമ്മായിമ്മ പറഞ്ഞേന്ന് ചോദിക്കുകയാണ്. എന്ത് പതിവ് പോലെ തന്നെ എന്നോട് 41 ദിവസം വേണമെങ്കിൽ വീട്ടിൽ പോയി നിന്നോളാൻ. ഓഹോ, അപ്പം മാല ഇടിച്ച് മാത്രമല്ല ഈ വീട്ടിൽ നിന്ന് നിന്നെ അകറ്റി നിർത്താൻ അവരുടെ പ്ലാൻ അല്ലേന്ന് ചോദിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും അമ്മ, ഒരു പക്ഷേങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചേക്കുന്നത് കുഴപ്പമില്ല, പക്ഷേങ്കിൽ അമ്മയുടെ മനസ്സിൽ ദുഷ്ടത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പം ദൈവം അമ്മയോട് പൊറുക്കട്ടെ എന്ന് ചിന്തിക്കാൻ മാത്രം എനിക്ക് കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയത്തുള്ളൂ എന്ന് പറയണം. ആ സമയത്താണ് ദേവേനെ അങ്ങോട്ട് വരുന്നത്. ഇവർ സംസാരിക്കുന്നത് അപ്പം അമ്മ ഇന്ന് കേൾക്കുവാണ്. പെട്ടെന്ന് നവ്യ പറഞ്ഞു, നീ എന്തിനാ നയന നീ ആ 41 ദിവസം വീട്ടിൽ പോയി നിൽക്കുന്നത്, അതിന്റെ കാര്യമൊന്നുമില്ല, നിനക്ക് ഇവിടെ നിൽക്കാലോ എന്ന് പറയണം. അത് ശരിയാ, ആദർശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ, പക്ഷെ ആദർശേട്ടൻ ഒന്നും കേട്ടില്ല. ആദർശേട്ടന് 41 ദിവസം പോയിട്ട് 4 ദിവസം പോലും എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞ്. നവ്യ പറഞ്ഞു, അത് നിന്റെ ഭാഗ്യം. നയന പറഞ്ഞു, ശരിയാ, ആദർശമത്ത് വന്ന സമയത്തൊക്കെ എന്നെ കാണുന്ന പോലും ആദർശേട്ടന് ഭയങ്കര ദേഷ്യമായിരുന്നു. പിന്നീടാണ് ആദർശേട്ടൻ എന്നെ സ്നേഹിക്കാൻ പോലും തുടങ്ങിയത്. ഇപ്പോഴാണ് ആദർശേട്ടനാണ്
എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് പറയണം. ഇതൊക്കെ കേട്ടോണ്ട് ദേവേനി അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ദേവേനിക്ക് അങ്ങോട്ട് കട്ട കലിപ്പായി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അതെന്താണ് നല്ല കാര്യമില്ലേ നയനെ? ഇപ്പൊ നിന്നെ ആദർശ പൊന്നു പോലെ സ്നേഹിക്കുന്നില്ലേന്ന് ചോദിക്കണം. അത് ശരിയാ ചേച്ചി, അതാ എനിക്കൊരു ആശ്വാസം എന്ന് പറയണം. കാരണം ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ആദർശൻ എന്റെ കൂടെ സപ്പോർട്ട് നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ആദർശനോട് പറയാൻ മേലായിരുന്നോ? ഇതേ അമ്മയോട് പറയാനായിട്ട്. അതൊരിക്കലും പറയത്തില്ല. കാരണം എന്നോടുള്ള ഇഷ്ടം പോലെ തന്നെ അമ്മയോട് ഇഷ്ടമുണ്ട്. അപ്പൊ ഒരു പക്ഷേങ്കിൽ അമ്മയുടെ മനസ്സ് വേദനിച്ചാലോ എന്ന് കരുതി ഒന്നും പറയത്തില്ല ആള്. എന്തായാലും എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനൊന്നും പോകുന്നില്ല. 41 ദിവസമൊന്നും എന്നെ ഈ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തില്ല എന്ന് പറയണം. പിന്നീട് നായനെ അങ്ങോട്ട് പോയിക്കുമ്പോഴത്തേക്കും ദേവേനിക്ക് കട്ട കലിപ്പായി. ഓഹോ, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇവള് കിട്ടാന്ന് ഒരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ ദേവേനി മനസ്സ് വിചാരിക്കുകയാണ്. പിന്നീട് ദേവേനി നേരെ മുറിയിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും ജയനോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ജയനോട് പറഞ്ഞു, അവള് മാലയിട്ടെന്ന് അതിന്റെ ആ ദേഷ്യം തീർത്ത പാവങ്ങളുടെ അടുത്തെന്ന് പറയണേ. എന്തിന്? അല്ല, മാലയിട്ടല്ലോ, അവനെ കൊണ്ട് മാല ഇടിച്ചാൽ ദേഷ്യമാണ്. ആ പായസത്തിനകത്ത് അവൾ എന്തോ പൊടി കലക്കി കൊടുത്ത അവർക്ക് ലൂസ് മോഷൻ ഉണ്ടായെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജയം പറഞ്ഞു, അനാവശ്യമായിട്ട് വർത്താനം പറയരുത് കേട്ടോ, ഒരിക്കലും നയനമോള അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയാം. അതിങ്ങനെ ജയേട്ടനറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിലേ എത്ര നാളെ അവൾ ഇങ്ങോട്ട് വന്നിട്ട് ഇതുവരെ ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ എല്ലാവരും കണ്ണി പൊടിയിടാനായിട്ട് അവൾ ഓരോ കോപ്പറായങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതിന് ജയം പറഞ്ഞു, ദേവേനി നീ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഞാൻ മലയ്ക്ക് പോകുമ്പോൾ ആരിട്ടേക്കെന്നാന്ന് അറിയാലോ. ഇന്ന് തന്നെ നിനക്ക് ക്ഷേത്രത്തിൽ വെച്ച് തലകർക്കുണ്ടായി. എന്തുകൊണ്ടാ? ഒരു പക്ഷെ ഭഗവാന് പോലും ഇഷ്ടപ്പെട്ടു കാണത്തില്ല. അവര് ഇന്നിവിടെ അടിച്ചു പൊളിച്ചു പോയി ഹണിമൂൺ ട്രിപ്പ് ആഘോഷിക്കണ്ടല്ലേ, ആ സമയത്തല്ലേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നേന്ന് ചോദിക്കാം. അത് ചേട്ടാ, എനിക്ക് തലകർക്കുണ്ടായത് എന്താണെന്നറിയോ? ചേട്ടൻ ശയനപ്രദക്ഷിണം നടത്തുന്നത് കണ്ടപ്പോഴാ. ഞാൻ ശയനപ്രദക്ഷിണം നടത്തിയത് എന്തിനാണെന്നറിയാവോ? ആദർശനും നയനിക്കും വേണ്ടിയൊക്കെയാണ് ഞാൻ ശയനപ്രദക്ഷിണം നടത്തിയെന്ന് പറയാം. ഇത് കേട്ട ദേവേനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ദേവേന് പറഞ്ഞു, ഇവിടുത്തെ ആളുകൾക്കെല്ലാം ഈ നയന എന്തോ കൈവശം കൊടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. ജയൻ പറഞ്ഞു, കൈവശമല്ല, അതെ നയനമോള് സ്നേഹം എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാ. ഞങ്ങൾക്ക് മാത്രമല്ലോ, അച്ഛനും അമ്മയും വരെ അവളെ സ്നേഹിക്കുന്നില്ലേ? എന്തുകൊണ്ടാ? അവളുടെ അത്ര നല്ല സ്വഭാവം ആയതുകൊണ്ട്. അല്ലെ, നീ ഒന്നെ ഓർത്ത് നോക്കി. മുമ്പ് ആദർശന് ആസ്മ ഉണ്ടായിരുന്നു നന്നായിട്ട്. കല്യാണത്തിന് മുമ്പ് വരെ ഉണ്ടായിരുന്നു. നീയാണ് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ കല്യാണത്തിന് ശേഷം അവൻ അങ്ങനെ ആസ്മ ഉണ്ടായിട്ടില്ല. ഒരു വട്ടം കൊണ്ട് ഉണ്ടായിട്ടുള്ളൂ. അതിന് കാരണം എന്താ? നയനമോള അവന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് അവള് ചെയ്തു കൊടുക്കണ്ട. അത് മാത്രമല്ല, കഴിക്കേണ്ട ഫുഡ് ഏതാ, കഴിക്കേണ്ടാത്ത ഫുഡ് ഏതാന്നൊക്കെ അവൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവൾ അത്ര നന്നായിട്ട് ആദർശിനെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെയായിട്ടും അവനൊരു ശ്വാസമുട്ടൽ പോലും പിന്നീട് ഉണ്ടാവത്തെന്ന് പറയാം. ഓഹോ, അപ്പൊ ഞാൻ നോക്കുന്നില്ലായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടല്ല ദേവേനി, നീ ഒന്ന് ഓർത്ത് വയ്ക്കേ. ഒരു കുഞ്ഞു പോലെ ഇനി വേണ്ടെന്ന് വെച്ചാൽ എന്തുകൊണ്ടാ നീ? അവന് ശ്വാസമുട്ടൽ ഉള്ളതുകൊണ്ടല്ലേ, ആസ്മ ഉള്ളതുകൊണ്ടല്ലേ. പക്ഷേങ്കിൽ ഇപ്പൊ കണ്ടില്ലേ, അവള് വന്നതിന് ശേഷം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ലോ. അതാ ഞാൻ പറഞ്ഞേ, നമ്മുടെ മോനെ നോക്കാനായിട്ട് അത്ര നല്ല സ്നേഹമുള്ളൊരു പെൺകുട്ടിയാ നയന. അതുകൊണ്ട് അവളെ നീ ഇനിയെങ്കിലും മരുമോളായിട്ട് അംഗീകരിക്കണമെന്ന് പറയാം. പിന്നെ അവളെ മരുമോളായിട്ട് അംഗീകരിക്കാൻ വേറെ പണിയൊന്നുമില്ല. ജേട്ടൻ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയണം. ഇത് കേട്ടൻ ജയൻ പറഞ്ഞു, അതെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞതുള്ളൂ. എപ്പോഴെങ്കിലും നന്നാൻ പറ്റുമെങ്കിൽ നീ സ്വയം നന്നാകുക, അല്ലാതെ ആരെങ്കിലും അടിച്ചു നന്നാക്കിയാലും നീ നന്നാവുള്ളെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയണം. പിന്നീട് അനി ഇങ്ങനെ സെറ്റിയിലേക്ക് അനിയല്ല അബി ഇങ്ങനെ സെറ്റിയിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അങ്ങോട്ട് വരുന്നേ. ജലജ വന്നിട്ട് ചോദിച്ചു, എനിക്ക് അത്ഭുതമായിരിക്കുന്നു. സാധാരണഗതിയിലൊരു 10 ദിവസം പോലും നോയമ്പെടുത്ത് മലയ്ക്ക് പോകാത്തനാ ഇപ്പൊ 41 ദിവസം വെറുതെ എടുത്ത് മലയ്ക്ക് വേണ്ടി തുടങ്ങുന്നത്. ഇത് കേട്ടതും അബി പറഞ്ഞു, അതമ്മേ, ഞാൻ സാധാരണഗതിയിൽ മാലയിട്ട് പിറ്റേ ദിവസം മലയ്ക്ക് പോകാൻ ശ്രമിക്കുന്ന ആളാ. അത് അമ്മയ്ക്ക് അറിയാലോ. അതെ അതെ, അതിന്റെ എല്ലാ ദോഷങ്ങളും നിന്നെ കാണുന്നുണ്ടെന്ന് പറയണം. എടാ, മലയ്ക്ക് പോകാൻ മാലയിടുമ്പോൾ വ്രതശുദ്ധിയോടെ വേണം മലയ്ക്ക് പോകാനായിട്ട്, അറിയാലോ. അങ്ങനെ മല ചവിട്ടിയില്ലെങ്കിൽ അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്താ, നിനക്ക് അതിന്റെ എല്ലാ ദോഷങ്ങളും ഉണ്ടെന്ന് പറയണം. എന്റെ അമ്മേ, അങ്ങനെയൊന്നുമില്ല എന്ന് പറയണം. അതെ അതെ, എടാ, ആദ്യം മനസ്സ് നമ്മുടെ ശുദ്ധമാണെന്ന് പറയാം. ഈ പറയുന്ന ആരാ? അമ്മയാ. നല്ല കഥയായിപ്പോയി എന്റെ അമ്മേ. ഈ പ്രാവശ്യം ഞാൻ 41 ദിവസം നോയമ്പെടുത്ത് എന്താണെന്നറിയാവോ? ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, അവൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചോണ്ടാ ഞാൻ ഈ 40 ദിവസം നോയമ്പെടുക്കണേന്ന് പറയാം. ഇത് കേട്ടതിന് ജലജ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്റെ ദൈവമേ, ഞാൻ 41 ദിവസമല്ല, വേണം 50 ദിവസം ഞാൻ നോയമ്പെടുത്തേക്കാം, അവൾ ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോവാണെങ്കിൽ. ഇത് കേട്ടപ്പം ആബി പറഞ്ഞു, നല്ല കഥയായി. ഇതെങ്ങനെ അവള് കേട്ടോണ്ട് വന്നിട്ടുണ്ടെങ്കിലേ അവള് നേർച്ച നേരും. എന്താണെന്നറിയാവോ? ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണ്ട എന്നും പറഞ്ഞോണ്ട് അങ്ങനെ വേണമെങ്കിൽ അവള് നോയമ്പെടുക്കുമെന്ന് പറയണം. വേറെ പണിയൊന്നുമില്ല എന്റെ അമ്മേ. അവൾ എന്താണല്ലോ ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. അത് ശരിയാ മോനെ, അങ്ങനെ പോകുന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മ, ഞാനാണെങ്കിൽ ദേ
365 ദിവസം നോയമ്പെടുക്കാൻ എനിക്ക് സമ്മതമായിരുന്നു. അവൾ എങ്ങനെയെങ്കിലും ഈ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു പറയാൻ. ചിലർ പറഞ്ഞു, മോനെ അങ്ങനെയൊന്നുമല്ല, നമ്മൾ ശരിക്കും ദൈവങ്ങളെ അറിഞ്ഞു വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശക്തി ഉണ്ടെന്നാ പറയുന്നത്. അവർ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന പറയുന്നത്. നീ മനമൊരുകി വിളിച്ചോ, 40 ദിവസം നല്ല കഠിന നോയമ്പെടുത്ത് നീ പ്രാർത്ഥിച്ചോ, അവൾ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന്. അവളുടെ വയറ്റിലെ കുഞ്ഞുള്ളതുകൊണ്ട് മാത്രമാണ്. ആ കുഞ്ഞങ്ങ് പോവായിരുന്നേ പിന്നെ പകുതി സമാധാനം ഉണ്ടായിരുന്നു. അതാണ് അവൾക്ക് ഇപ്പോൾ ഒരു പിടിവള്ളി എന്ന് പറയണം. അഭി പറഞ്ഞത് ശരിയാ എന്ന് പറയണം. പിന്നീട് ജലജ പറഞ്ഞു, എന്നാ ശരി, അതെ നന്നായിട്ട് അത് നോയമ്പെടുക്കണം കേട്ടോ, ഒന്നും എൻ്റെ ഒരു കുറവ് വരത്തില്ല, നമുക്ക് നോക്കാം, അവൾ ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് നമുക്ക് നോക്കാമെന്ന് പറയണം. പിന്നീട് ജലജ അങ്ങോട്ട് പോവാ. ഈ സമയം അനാമികയും രേവതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അനാമിക പറഞ്ഞു, അവളെ ഇവിടുന്ന് പുറത്താക്കാൻ ശ്രമിച്ചു കഴിയുമ്പത്തിന് അവള് നമുക്കിട്ട് പണി തരുവാണല്ലോ അമ്മയെന്ന് പറയണം. അതെ മോളെ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവള് നമുക്കിട്ടൊരു പണി തന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് തിരിച്ചൊരു പണി കൊടുക്കണം. അതെ, അവൾക്ക് നമുക്ക് വിഷം കലക്കി കൊടുത്താലോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും പറഞ്ഞു, അത് മാത്രമല്ല അന്ന് നവ്യ ഉണ്ടല്ലോ, അവൾ എല്ലാത്തിനും കാരണക്കായി. അവൾ എന്റെ മുഖത്ത് നോക്കി എന്താ പറഞ്ഞേ, ഞാൻ ആ കലക്കി തന്നേന്ന് പറഞ്ഞിട്ട് അവൾ നേരെ പ്ലേറ്റ് മാറ്റിയത് കണ്ടോന്ന് ചോദിക്കണം. അപ്പോഴേക്കും അങ്ങോട്ട് ജലജ വന്നു. ജലജ അവിടെ പമ്മി നിൽക്കുകയാണ് ഇവരെന്താ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിട്ട്. അതെ മോളെ, അവൾ അങ്ങനെയല്ല പറഞ്ഞിട്ട് എല്ലാവരും മുന്നേ എന്നാ പറഞ്ഞേ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെയാണ് അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം. അവളുടെ വയറ്റിൽ കുഞ്ഞ് വളരുന്നുണ്ടല്ലോ, ആ കുഞ്ഞിനെ തന്നെ അങ്ങോട്ട് ഇല്ലാതാക്കണം. എന്നിട്ട് അവളെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കണം. നല്ല വിഷം കലക്കി കൊടുത്താൽ മതി. എപ്പോഴേ കുഞ്ഞൊക്കെ പമ്പ അടന്നോളൂ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനാമ കഴിഞ്ഞാൽ അത് ശരിയാ, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വെച്ചോണ്ടാ അവൾ ഈ നാടകം എല്ലാം കളിക്കുന്നേ, അവളെ എല്ലാവരും സഹിക്കുന്നേ. ആ കുഞ്ഞങ്ങോട്ട് പോവുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലോ അമ്മേ, അതിനെന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവളെന്ന് പറയണം. ദേവതി പറഞ്ഞു, അത് ശരിയാ, അവൾ ഇവിടുന്ന് ഓടിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് അതങ്ങോട്ട് ചെയ്യാന്ന് പറയണം. അനാമയാണ് ശരിയാ, ഇനി സഹിച്ചോ ക്ഷമിച്ചോ മുന്നോട്ട് പോകാൻ പറ്റില്ല, അവറ്റകളെ രണ്ടിനെ ഇവിടെ നിന്ന് ഓടിക്കണം മോളെന്ന് പറയണം. എന്താണെങ്കിലും നിന്റെ ഇവിടെ സ്ഥിതി പരുങ്ങല്ലാന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാനിവിടെ നിൽക്കുന്നതെന്ന് എല്ലാവരുടെയും വിചാരം. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാനിവിടെ നിൽക്കുന്ന സമയം തന്നെ അവളന്മാരെ ഇവിടുന്ന് നമുക്ക് അടിച്ചിറക്കണമെന്ന് പറയണം. അതിനുശേഷം ഞാൻ ഇനിയിപ്പം വീട്ടിലേക്ക് പോകുന്നുള്ളെന്ന് പറയണം. ഇതെല്ലാം കേട്ടോണ്ടിരുന്ന് ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി. കൊള്ളാം, തനിക്കാണെങ്കിൽ ഒരു കൂട്ടുണ്ട് ഇവര്, അവൾമാരെ ഇവിടുന്ന് പോയിച്ച് പുറത്തി അടിക്കാനായിട്ട്. അപ്പോഴാണ് അനാമിക പെട്ടെന്ന് ജലജ അവിടെ നിൽക്കുന്നുണ്ട്. അമ്മ ഇതേ അനിയുടെ അപ്പച്ചി എന്ന് പറയണം. പെട്ടെന്ന് ജലജ അങ്ങോട്ട് വന്നു. എന്താ രണ്ടുപേരും കൂടെ ഭയങ്കര പ്ലാനിങ്ങിനാണല്ലോ എന്ന് പറയാം. അല്ല അത് പിന്നെ ഞങ്ങള് അവൾമാർക്കിട്ടൊരു പണി കൊടുക്കുന്നതിനെ കുറിച്ച് ഞാനിത് ആലോചിക്കാൻ തൊട്ട് കുറെ നാളായതാ രേവതി, പക്ഷെ ഇതിനായിട്ട് ഒന്നും നടന്നിട്ടില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾമാരെ ഇവിടെ നിന്ന് അടിച്ചോടിച്ചില്ലെങ്കിലേ ഇവിടെ അവൾമാർക്കായിരിക്കും മേധാവിത്വം കൂടുതൽ. ഇതേ നിങ്ങളുടെ മോൾ അനാമികയോടെ വെറും പുറമ്പോക്ക് മാത്രമായിരിക്കും, ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയണം. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണെങ്കിലും പോകുന്നതിന് മുമ്പ് അവൾമാർക്കിട്ടൊരു പണി കൊടുക്കുമെന്ന് പറയണം. ഈ സമയം ജലജ പറഞ്ഞു, ആ ശരിയാ, എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കണമെന്ന് പറയാം. രേവതി പറഞ്ഞു, അല്ല ജലജയ്ക്ക് ഇത്ര ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ജലജയ്ക്ക് ഇച്ചിരി വിഷം കലയിൽ കൊടുക്കാൻ മേലായിരുന്നോ, അവളെ അങ്ങ് കൊന്നേക്കാൻ മേലായിരുന്നു ചോദിക്കും. ഇത് കേട്ടൻ ജലജ പറഞ്ഞു, അവളുടെ ബുദ്ധി അറിയത്തില്ലാഞ്ഞിട്ടാ, നമ്മുടെ മനസ്സ് കാണുമ്പോൾ മാനത്ത് കാണുന്ന ടൈപ്പാ, അറിയാലോ. ചേട്ടത്തി അനിയത്തി ഒന്നിനും ബെറ്ററാ. ചേട്ടത്തിയാണെങ്കിൽ ഇവിടെ നാക്കുകൊണ്ടാ കളിക്കുന്നെങ്കിൽ അനിയത്തി ഇവിടെ കിടന്ന് ബുദ്ധി കൊണ്ടാ കളിക്കുന്നത്. ചേട്ടത്തി ഇങ്ങനെ വളവളാന്ന് പറഞ്ഞു നടക്കുന്നുള്ളൂ, പക്ഷെ അനിയത്തി അങ്ങനെയല്ല, അവൾ നമ്മുടെ മർമ്മ സ്ഥാനത്ത് തന്നെ നല്ലത് തരുമെന്ന് പറയാണ്. അതുകൊണ്ട് അവളോട് കളിക്കുന്ന സൂക്ഷിച്ചും കണ്ടും വേണം എന്ന് പറയാണ്. ഇത് കേട്ട് അനാമി പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾക്കൊരു പുത്രിയായിട്ടുള്ള കാര്യമില്ല, എന്ത് ചെയ്യണം ഞങ്ങൾക്കറിയാം അപ്പച്ചി എന്ന് പറയണം. ഇത്രയും പറഞ്ഞിട്ട് ജലജി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അനാമികയും രേവതിയും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടുകൂടാ, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ തന്നെ ആദ്യം നശിപ്പിക്കണമെന്ന് പറയുവാണ്. പിന്നീട് ആദർശ് മുറിയിലേക്ക് കിടക്കാൻ വന്നു. ആദർശ് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ആദർശ് നയനെ ഫോൺ എടുത്ത് വിളിക്കുവാണ്. എന്നിട്ട് ചോദിച്ചു, അല്ല നീ ഇത് എന്നെടുക്കുക, ഞാൻ ഇതേ ബെഡ്ഷീറ്റ് വിരിക്കുമായിരുന്നു, കിടക്കാൻ തുടങ്ങുമായിരുന്നു. അതെ നിനക്ക് ഇവിടെ വന്ന് കിടന്നുകൂടെ, ഈ താഴെ കിടക്കാലോന്ന് അറിയാം. അതൊന്നും കുഴപ്പമില്ല ആദർശേട്ടാ, ഇനി അങ്ങനെ അങ്ങോട്ട് വരുന്ന കണ്ടു വേണം അമ്മ ചീത്ത പറയാനായിട്ട്, വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കുകയാണ്. ഞാൻ ഇവിടെ കിടന്നോളാം, 41 ദിവസത്തെ കാര്യമല്ലേ ഉള്ളെന്ന് ചോദിക്കണം. ഇതേ എനിക്ക് എന്തോ ഒരു വിഷമം പോലെ, കാരണം നീ അടുത്തില്ലാത്തതുകൊണ്ടേ. അതൊന്നും സാരമില്ല എന്ന് പറയണം. നീ ഇവിടെ അടുത്തുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം വരുന്നു പറയണം. അതൊന്നും കുഴപ്പമില്ല, ആദർശനം കിടന്ന് ഉറങ്ങാൻ നോക്ക്, രാവിലെ എഴുന്നേക്കണ്ടല്ലേ. അതെ എനിക്കും ഉറക്കം വന്നില്ലായിരുന്നു, അതുകൊണ്ട് ഞാനും ഉറങ്ങാത്തേന്ന് പറയണം. ശരി, അങ്ങനെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് ആദർശ് കിടക്കാൻ തുടങ്ങുകയാണ്. അപ്പം നയനെ ഇങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അപ്പം ഇതിന് ശേഷം ഇനി ഇപ്പം ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും മഹേഷിൻ്റെ ഇഷിതയുടെയും എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.